നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കടലപ്പായസം വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ബെൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓളെന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നേരത്തെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കടലപ്പായസം വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വീഡിയോ ഇട്ട് തരണേ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ വീഡിയോ ഇടുമെന്നൊക്കെ. അപ്പോൾ 1 കിലോ പരിപ്പ് മേടിച്ചതിൽ 250 പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കി പരിപ്പ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ആർക്കെങ്കിലുമൊക്കെ കടലപ്പരിപ്പ് പായസം നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന കുക്കിങ്ങിൻ്റെത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈവായിട്ടുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ കഴുകിയെടുത്ത് ഈ ഒരു കുക്കറിനകത്ത് ഇട്ടിട്ടാണ് ഇനിയിപ്പോൾ ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇപ്പോഴും നമ്മൾ ഈ ഒരു കടലപ്പായസം വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി ഇങ്ങനെ പായസം വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നേ. ഓരോ ദിവസം മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഒക്കെ അടുത്ത സമയത്തായിട്ടൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു പായസം വെക്കുന്നതിൻ്റെ കൂട്ട് ഒന്ന് പറഞ്ഞു തരാം. കാരണം എല്ലാവരും ചിലപ്പോൾ പലരും പല രീതിയിലായിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്നൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടാനായിട്ട് വിട്ടു പോകരുത്. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു പരിപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 വിസിൽ കേട്ടിട്ട് വേണം ഇനിയിപ്പോൾ ഇതിനൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാനും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര ഞാൻ അമ്മിക്കല്ലിൽ വെച്ചിട്ട് പൊട്ടിച്ചൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് 1/2 ഗ്ലാസ് തികച്ചെടുക്കേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം തന്നെ, അത്രയും തന്നെ വേണമെന്നില്ല കേട്ടോ. കുറച്ച് ലേശം ഒന്ന് ഇതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രാത്രിയിൽ ഈ ഒരു പായസം വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്തൊക്കെ അങ്ങനെ തോന്നുമല്ലോ, നമുക്ക് പായസം കുടിക്കണം, പിന്നെ മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ശർക്കര നമ്മൾ ഉരുക്കി എടുക്കുമ്പോൾ ഈ പതഞ്ഞ് വരുന്നത് അഴുക്കാണ്. അത് നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ വന്ന് നിൽക്കും. ചെറിയൊരു സ്പൂണോ തവിയോ കൊണ്ട് കോരി മാറ്റിയാൽ മതിയെ. ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 1-2 വട്ടം കറണ്ട് പോയപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 1.5 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാലെടുക്കണം. പിന്നെ പാലെടുക്കാൻ പോകുന്ന നേരത്തിന് നമ്മൾ ഈ ഒരു പരിപ്പ് ഇത്തിരി കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ അടിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ 1-2 വിസിലും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പായസം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഉരുളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണേ. ഒരു ചെറിയൊരു സ്പൂണിൻ്റെ എന്നുള്ള രീതിയിൽ വേണം കുറച്ച് ചേർക്കാനായിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ പരിപ്പ് രണ്ടാമത് 1-2 വിസിലും കൂടെ കേൾപ്പിച്ചതിന് ശേഷം അതൊന്ന് വെള്ളം മാറ്റമൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു കറക്റ്റ് ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ലതുപോലെ വേവിച്ച് കുഴഞ്ഞ മാതിരി തന്നെ ആ ഒരു കറക്റ്റ് പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇതിലാകുമ്പോഴത്തേക്ക് ചെറിയ ഒരു തരി പോലെ നല്ലൊരു കൊഴുപ്പ് മാതിരിയൊക്കെ കിട്ടും. മിക്സിയുടെ ജാറിൽ നമ്മൾ പൊടിച്ചെടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമ്മളൊരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റുമേ. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കരയിൽ നമ്മൾ അധികം വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു 1/4 ഗ്ലാസ് എന്നുള്ള രീതിയിൽ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കട്ടി പരുവത്തിന് തന്നെ നമുക്ക് ഈ ഒരു ശർക്കര പാനി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലൊന്ന് ചേർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി ഇങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ല കട്ടിയായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുമല്ലോ. ഈ ഒരു കട്ടി പരുവത്തിന് നല്ലതുപോലെ തന്നെ വരട്ടി കിട്ടുമെന്നൊക്കെ പറയും കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ 3-ാം പാല് ചേർത്ത് കൊടുക്കണം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന പാലുണ്ടല്ലോ, തീരെ കട്ടി കുറഞ്ഞ പാലാണ് നമ്മൾ 1 കപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് കുറച്ച് വെള്ളം അങ്ങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ചവ്വരി നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടുമല്ലോ. ആ ഒരു രീതിയിൽ എടുക്കൽ, അരപ്പരുവത്തിലൊന്ന് ചവ്വരി വെന്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ശർക്കരയും പിന്നെ തേങ്ങാപ്പാൽ, 3-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് വരെ ഇങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്ക് തന്നെ കറക്റ്റ് പാകത്തിന് ചവ്വരി ഇതിൽ കിടന്നങ്ങ് വെന്ത് കിട്ടും. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ ശകലം ഒന്ന് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇനിയിപ്പോൾ ഒന്ന് ഇളക്കിയെടുക്കണം. ആദ്യത്തെ ആ ഒരു 1-ാം പാൽ ഒഴിച്ചപ്പോൾ തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് 2-ാം പാലാണ്. അപ്പോൾ 2-ാം പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ ഇത്രയും ഇങ്ങനെ പറഞ്ഞു തരണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നിറമൊക്കെ മാറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് ചെറിയ രീതിയിലൊരു കട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാനിവിടെ മിക്സായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റും നല്ല ഒരു മണവും കിട്ടും ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു 1.5-2 സ്പൂൺ എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഒരു പായസം വയ്ക്കുമ്പോഴത്തേക്ക് പഞ്ചസാര ചേർക്കാതെ ഏലക്ക മാത്രമായിട്ട് നമ്മൾ ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമ്മൾ ഒരുപാട് പേർക്ക് ഏലക്ക മാത്രം ചവയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കടിക്കുമല്ലോ, ആ ഒരു സമയത്ത് അതിൻ്റെ ചവർപ്പ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. ഏലക്ക ചതച്ചിടാതെ പഞ്ചസാര ചേർത്തിട്ട് പൊടിക്കുക. ഇപ്പം നമുക്ക് ലാസ്റ്റ് ഘട്ടമാണ് പായസം ഏതാണ്ട് നല്ലതുപോലെ തന്നെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ല കട്ടിപ്പാലുണ്ടല്ലോ, 1-ാം പാൽ, ആദ്യത്തെ ആ ഒരു 1-ാം പാൽ നമ്മൾ ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കാനായിട്ടൊന്നും വയ്ക്കുന്നില്ല, മൊത്തത്തിൽ നല്ല രീതിക്ക് ഇനിയിപ്പോൾ ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാലിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഒരു പച്ച ചവർപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കുമിള പോലെ വരുന്നുണ്ടല്ലോ സൈഡിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ ഇനിയിപ്പോൾ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇരുന്നങ്ങ് കട്ടിയാവും കേട്ടോ കുറച്ചും കൂടെ. ഇനി നമ്മൾ ഈ ഒരു പായസത്തിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ അടപ്പ് വെച്ച് അടയ്ക്കുമ്പോഴത്തേക്ക് ലേശം ഒരു ഗ്യാപ്പ് ഇട്ട് വേണം അടയ്ക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നീരാവി പോലത്തെ വെള്ളം അടപ്പിൽ വന്ന് നിൽക്കുമല്ലോ, അതൊന്നും ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഉള്ളിൽ പായസത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത്രയും നമുക്ക് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ച ചുവ ചെറിയൊരു പൊട്ടൽ പോലെ പൊട്ടിയൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടി വരുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇതെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് പായസത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ കണ്ടതിന് ശേഷം ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു പായസം ഇവിടെ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്, പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പായസം വേവിച്ചെടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ അല്ലാതെ പശുവും പാലോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ വറുത്തെടുത്തിരിക്കുന്നതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടപ്പ് മൂടി മാറ്റിയപ്പോഴത്തേക്ക് അടപ്പിൽ മൊത്തത്തിലായിട്ട് നീരാവി വന്ന് നിൽപ്പുണ്ട്. അത് ഈ ഒരു പാത്രത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തത്. നേരത്തെ തന്നെ നമ്മളൊരു സേമിയയുടെ പായസം വെച്ച സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോഴും നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ച് ഈ ഒരു കണക്കിന് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തന്നെ നമുക്ക് പകർന്ന് മറ്റുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് കപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. ഒരു ലേശം കൂടെ ഒരു കട്ടി നമുക്കൊന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് പ്ലേറ്റിനകത്ത് ഒഴിച്ചതിന് ശേഷം പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കല്യാണ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കട്ടിയായിട്ടല്ലേ കിട്ടുന്നത്, ആ ഒരു കണക്കിനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇപ്പോഴും കറക്റ്റ് പാകത്തിന് തന്നെ നല്ല കളറിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ടൊക്കെ ശർക്കര എടുക്കുമ്പോൾ എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു ശർക്കരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കറുത്ത കളറിലുള്ളതൊക്കെ മേടിക്കാൻ കിട്ടുമെന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഇവിടെ മോനല്ലേ മേടിച്ചും കൊണ്ട് വരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ട് തന്നെ വെള്ളം കുറച്ച് പിന്നെ നമ്മൾ പായസം വയ്ക്കുമ്പോൾ നല്ലതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കളറിന് കിട്ടുന്നത്. പിന്നെ പഴമൊക്കെ ചേർത്ത് പപ്പടമൊക്കെ വെച്ചിട്ട് ഈ ഒരു പായസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.